നമ്മൾ ബുദ്ധിയെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബുദ്ധിയെക്കുറിച്ച് നിലവിൽ വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബുദ്ധിയെക്കുറിച്ച് നിലവിൽ വന്ന സിദ്ധാന്തങ്ങളെല്ലാം ബുദ്ധിയുടെ ഘടനയെക്കുറിച്ചാണ് സംസാരിച്ചത്. ബുദ്ധിയുടെ ഘടന, സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരിക്കും. നമ്മൾ ഏകഘടക സിദ്ധാന്തവും ദ്വിഘടക സിദ്ധാന്തവും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നോക്കാം ബഹുഘടക സിദ്ധാന്തം, ബുദ്ധിയുടെ ബഹുഘടക സിദ്ധാന്തം. ഈ സിദ്ധാന്ത പ്രകാരം എന്താണ് ബുദ്ധി എന്ന് പറയുന്നതിന് മുമ്പേ ഈ ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടേക്ക് ആയിരുന്നു. ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടേക്ക് ആയിരുന്നു. ഓക്കെ, വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് എന്ന് നമ്മളോട് ബുദ്ധി എന്ന് നമ്മളോട് ബഹുഘടക സിദ്ധാന്തം പറയുന്നു. അപ്പോ ഏകഘടക സിദ്ധാന്തം പറയുന്നത് ഒറ്റ ഒരു ഘടകം മാത്രമാണ് ബുദ്ധിക്കുള്ളത്. എന്നാൽ ദ്വിഘടകം പറയുമായിരുന്നു രണ്ടെണ്ണം ഉണ്ട്, എസ് ഘടകവും ജി ഘടകവും ഒക്കെ ഉണ്ട്. എന്നാൽ ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്കിന്റെ ബഹു കുറെ